പി വധക്കേസിലെ 3 പ്രതികൾക്ക് ശിക്ഷയിളവ് നൽകാനുള്ള സർക്കാർ നീക്കം കേരളത്തോടും ജനത്തോടുമുള്ള നഗ്നമായ വെല്ലുവിളി തന്നെയാണ്. ഈ ക്രിമിനലുകൾക്ക് പരോൾ നൽകുന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് നിയമസഭയിൽ കെ രമ ചോദിച്ച ചോദ്യങ്ങൾക്ക് 5 മാസമായിട്ടും പിണറായി സർക്കാർ ഉത്തരം നൽകിയിട്ടില്ല എന്നതും ഇതോടൊപ്പം ജനം ചേർത്ത് വായിക്കേണ്ടതാണ്. പി വധക്കേസ് പ്രതികൾക്ക് 5 സ്റ്റാർ സൗകര്യങ്ങളാണ് ജയിലിൽ കൊടുത്തിട്ടുള്ളത്. ഇഷ്ടഭക്ഷണവും മദ്യവും ഉൾപ്പെടെ എത്തിച്ചു നൽകുന്നു. ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ കൊട്ടേഷൻ എടുക്കാനും സാമ്പത്തിക ഇടപാടുകൾ നടത്താനുമുള്ള അവസരം പോലീസും ജയിൽ അധികൃതരും ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നതും ഈ അവസരത്തിൽ ശ്രദ്ധേയമാണ്. ഹൈക്കോടതി വിധി പോലും മറികടന്ന് കേരളത്തിൽ ഏറ്റവും കോളിളക്കം സൃഷ്ടിച്ച ടി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ പിണറായി സർക്കാർ വിട്ടയക്കാൻ നടത്തിയ നീക്കം, കേസിലെ ചില പ്രതികളുടെ ശിക്ഷ ഇളവ് സംബന്ധിച്ച് പോലീസിനോട് പ്രതികളുടെ റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന കണ്ണൂർ ജയിൽ സൂപ്രണ്ടിന്റെ കത്ത് പുറത്തായതോടെയാണ് പുറംലോകം അറിയുന്നത്. കെ രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത് എന്നിവർക്ക് ശിക്ഷ ഇളവ് നൽകാനാണ് നീക്കം നടന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് പിന്നാലെയാണ് ജയിൽ സൂപ്രണ്ട് ഇതിനായി നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. എന്നാൽ പോലീസ് നല്ല അഭിപ്രായം രേഖപ്പെടുത്തിയാലും അന്തിമ തീരുമാനമെടുക്കേണ്ട ജയിൽ ഉപദേശക സമിതിക്ക് കോടതി നിർദ്ദേശത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രതികളുടെ ശിക്ഷ ഇളവ് സംബന്ധിച്ച് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറോടാണ് ജയിൽ സൂപ്രണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. 2022 സർക്കാർ ഉത്തരവ് പ്രകാരം 3 പ്രതികളെ വിട്ടയക്കാനുള്ള പ്രാഥമിക ആലോചനയുണ്ടെന്നും അതിനാൽ ഇവരെക്കുറിച്ച് അന്വേഷണം ആവശ്യമുണ്ടെന്നും ജൂൺ 13 അയച്ചിരിക്കുന്ന കത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രതികളുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഇവരുടെ കുറ്റകൃത്യത്തിന് ഇരയായവരുണ്ടെങ്കിൽ അവരോടും അന്വേഷണം നടത്തി എത്രയും വേഗം റിപ്പോർട്ട് നൽകാനും കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ 59 പ്രതികളെയാണ് മൊത്തം വിട്ടയക്കാൻ ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടായത്. ശിക്ഷ ഇളവില്ലാതെ ഹൈക്കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച പ്രതികളെയാണ് പിണറായി സർക്കാർ അനധികൃതമായി വിട്ടയക്കാൻ ശ്രമിച്ചത്. 20 വർഷം വരെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് പാടില്ലെന്ന ഹൈക്കോടതി വിധിയുടെ ലംഘനം കൂടിയാണത്. ശിക്ഷ ഇളവ് സംബന്ധിച്ച പ്രതികളുടെ അപ്പീൽ തള്ളിക്കൊണ്ട് ഹൈക്കോടതി ശിക്ഷ വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. ഈ മാസം ടി കേസ് പ്രതികളായ മനോജ്, മുഹമ്മദ് ഷാഫി, സിനോജ്, സിജിത്ത്, രജീഷ് എന്നിവർക്ക് പിണറായി സർക്കാർ ആസൂത്രിതമായി പരോൾ നൽകിയതിലും ദുരൂഹതയുണ്ട്.